പരപ്പനങ്ങാടി ബീച്ചിൽ പോയപ്പോൾ 3 കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, തോണിയിൽ കൊണ്ടുവന്ന മീൻ കരയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കുന്നത്. 2, വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന നമ്മുടെ അതിഥികളായ ദേശാടന പക്ഷികളുടെ പാറിപ്പറന്നുകൊണ്ടുള്ള കാഴ്ചകൾ. 3, പുഴയും കടലും തമ്മിൽ ഉന്തിയും തള്ളിയും നടത്തുന്ന ഗുസ്തി മത്സരത്തിനിടയിൽ ഇരിക്കുന്ന ദേശാടന പക്ഷികൾ. തോണിയിൽ കൊണ്ടുവരുന്ന മീൻ വെള്ളത്തിൽ വെച്ച് തന്നെ കൊട്ടയിലാക്കി കരയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കുന്ന മനോഹരമായ കാഴ്ച. ഇത് ഫ്രഷ് മീനാണ്. ഇത് ഐസ് കൂടി ചേർക്കുന്നതിന് മുമ്പുള്ള മീൻ. ഹലോ, കുറച്ച് കാറില്ല. പിന്നെ ഏതായാലും ചാകരയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. വരുന്ന വഞ്ചിയിലെല്ലാം നിറച്ച് മീനുകളാണ്. ഈ ഒരു ചെറിയ വഞ്ചിയിൽ വലയുമായി ഒറ്റയ്ക്കൊരു സഹോദരൻ മീൻ പിടിക്കാൻ പോകുന്ന കാഴ്ചയാണ്. നമ്മളോട് തമാശയൊക്കെ പറഞ്ഞാണ് ആള് കടലിലേക്ക് പോകുന്നത്. നമ്മുടെ അതിഥികളായി വർഷത്തിലൊരിക്കൽ വരുന്ന ദേശാടന പക്ഷികൾ പാറിപ്പറക്കുന്നത് കാണാം. ക്യാമറ വാഹനത്തിൽ വെച്ച് വെറുതെ ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ അതിഥികളെ കണ്ടത്. പിന്നെ ഉള്ള മൊബൈലിൽ പകർത്തി. ചിലപ്പോൾ ക്യാമറ പോയി എടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഇവന്മാർ തടി തപ്പും. അതുകൊണ്ട് ക്ലാരിറ്റി അല്പം കുറവുണ്ട്, ക്ഷമിക്കണം. ഇവിടേക്ക് ഒറ്റയായി പലരും ഉണ്ട്. അങ്ങ് ദൂരെ കടലിൻ്റെ ഇടയിൽ കാണുന്ന വെളുത്ത കളറിൽ കാണുന്നത് വെള്ളമല്ല, അത് കടലിൻ്റെയും പുഴയുടെയും ഇടയിലുള്ള ദേശാടന പക്ഷികളുടെ ഒരു കൂട്ടായ്മയാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് പക്ഷികൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷെ നമ്മുടെ സൗണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള അവരുടെ ആഗമനമോ എന്തോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ചൊരു പാറലാണ്. അത് കാണാൻ തന്നെ ഒരു രസമാണ്. ഇവിടെയാണ് കടലും പുഴയും തമ്മിൽ ഒരു കളി. രണ്ടും കൂടി എന്തോ വലിയ തർക്കത്തിലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും.
ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് ദേശാടന പക്ഷികൾ. പ്രകൃതിയുടെ വികൃതി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. പെട്ടെന്ന് കണ്ടതുകൊണ്ടായാൽ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് കൊണ്ടാണ് അല്പം ക്ലാരിറ്റി കമ്മിയായത്. ക്ഷമിക്കുമല്ലോ.